ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേർ പ്രതികളായതോടെ രാഷ്ട്രീയ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. CPIM നേതൃത്വം അറിയാതെ ഒന്നും നടക്കില്ലെന്നും വിഷയത്തിൽ BJP CPIM അന്തർധാര വ്യക്തമാണെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെന്ന് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPIM അറിയാതെ ഒന്നും നടക്കില്ലെന്നാണ് കോൺഗ്രസ് ആരോപണം. കേസിൽ യഥാർത്ഥ പ്രതികൾ ഒളിഞ്ഞിരിക്കുന്നു. വിഷയത്തിൽ BJP എന്തുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറിയെന്ന് വ്യക്തമാക്കണമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നമുക്കറിയാം, CPMന്റെ ശൈലി അറിയാത്തവരല്ലോ നമ്മളാരും. ഗവൺമെന്റ് അറിയാതെ, പാർട്ടി അറിയാതെ, ദേവസ്വം ബോർഡല്ല ഏത് പൊന്നുതമ്പുരാൻ വിചാരിച്ചാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് ആർക്കാ അറിയാത്തത്? ശബരിമലയിലെ സാമ്പത്തിക സ്രോതസ്സാക്കാൻ ശ്രമിച്ച സർക്കാരിൻ്റെ നടപടി തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ക്ഷേത്രങ്ങളിലും കണക്കെടുപ്പ് നടത്തണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു. ഇതുപോലെ ഭക്തജനങ്ങൾ കൊടുക്കുന്ന ഒരുപാട് വഴിപാടുകൾ എന്നുള്ള നിലയിൽ ഇതിന് ഒരു അക്കൗണ്ടബിലിറ്റി വേണം. ആ അക്കൗണ്ടബിലിറ്റി എന്നുള്ള നിലയിൽ കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇതിന് ഒരു നടപടി ഉണ്ടാവുകയും അത് പൊതുജനങ്ങളെ അറിയിക്കുവാനുള്ള അവസരവും ഒരുക്കിയെടുക്കണം എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി ഭരണകാലത്താണ് ശബരിമലയിൽ കൂടുതൽ കൊള്ള നടന്നതെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ ന്യായീകരണം. ഇവിടെ UDFന്റെ കണ്ണുനീര് കണ്ടാൽ ഭയങ്കര കണ്ണുനീരാണ്. എന്തോ ഒരു നൊമ്പരമാണെന്നറിയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് അവരുടെ കാലത്താണ് ശബരിമലയിൽ. അവരുടെ ഭരണകാലത്ത് ഈ ശബരിമലയിലോട്ടൊന്നും ഒരു റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റും. മികച്ച കുണ്ടും കുഴിയും കാണണമെങ്കിൽ ശബരിമലയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോയാൽ മതി. ശബരിമല പ്രതിഷേധങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് പോലും പ്രതിപക്ഷത്തിന് അറിയില്ലെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.